പിഴച്ചവൾ ഭാഗം 58 അവസാന ഭാഗം. എന്താടോ തൻ്റെ സംശയം? ഇയാളാണ് ഈ പരിപാടികൾക്കെല്ലാം പിറകിലെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നെ എന്താണ് സാർ ഇയാളെ അറസ്റ്റ് ചെയ്യാത്തത്? അതൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പോൾ നമ്മൾ പോകുന്ന ഗിരിജ വക്കീലിൻ്റെ അടുത്തേക്കുള്ള യാത്ര. സാറ് തെളിയിച്ച ഒരുപാട് കുറ്റകൃത്യങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ നടന്ന അപകടത്തിനെക്കുറിച്ച് സാറിന് എന്താണ് തോന്നുന്നത്? 100% കൊലപാതകം, യാതൊരു സംശയമില്ല. ആരാണ് സാർ അതിന് പിന്നിൽ? ആ ഡോക്ടറാണ് അതിന് പിന്നിൽ. എന്നിട്ടും എന്തേ സാർ അയാളെ ഒന്നും ചെയ്യാത്തത്? അയാൾ ചെയ്ത കുറ്റകൃത്യങ്ങൾ ഒരുപാടാണ്. അവയവക്കടത്ത്, മനുഷ്യക്കടത്ത്, മയക്കുമരുന്ന് കച്ചവടം, ഇപ്പോൾ കൊലപാതകം. ഈ ചെയ്ത 2 കൊലപാതകങ്ങൾക്ക് മാത്രമേ നമ്മുടെ കയ്യിൽ വ്യക്തമായ തെളിവുകളുള്ളൂ. ഒരു മനുഷ്യനെ കൊന്നാൽ പരമാവധി കിട്ടാനുള്ള ശിക്ഷ എന്നത് 12 വർഷമാണ്. 12 വർഷം കഴിഞ്ഞ് തടിച്ചു കൊഴുത്ത ഇയാൾ ഇവിടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടിൽ വേറൊരു പേരിൽ വീണ്ടും അവതരിക്കും. ഒരാൾ കൊലപാതകി ആയതുകൊണ്ട് മാത്രം അയാളുടെ MBBS എന്നുള്ള പദവിയും വിദ്യാഭ്യാസവും ഇല്ലാതാവുന്നൊന്നുമില്ലല്ലോ. സർ, പിന്നെ ഇവരെ എന്ത് ചെയ്യാനാണ് ഉദ്ദേശം? കൊല്ലണം ദിനേശ. ഡ്രൈവർ ഒന്ന് ഞെട്ടി. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ ഗവൺമെൻറ് ചെലവിൽ തീറ്റിപ്പോറ്റാനല്ല ഞാനും നീയും അടങ്ങുന്ന പൊതുസമൂഹം നികുതി അടയ്ക്കുന്നത്. ഉത്തരേന്ത്യയിലും അതുപോലെ ചില സിനിമകളിലും കണ്ടിട്ടുണ്ട് ഷൂട്ട് ആൻഡ് സെറ്റ്. അതുപോലെ എന്തെങ്കിലും ആണോ സാറിൻ്റെ മനസ്സിൽ? എടോ, ഒരു പിഞ്ചു കുഞ്ഞിനെ 4 പേര് ചേർന്നിട്ട് ബലാത്സംഗം ചെയ്ത് ചാക്കിൽ കെട്ടി ഒരു ബസ് സ്റ്റാൻഡിലെ മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിൽ കൊണ്ടുവന്ന് തള്ളി. ഈ പറയുന്ന അവനെ നമ്മൾ വെടിവെച്ച് കൊന്നാലും അപ്പോൾ തന്നെ അവന് വേണ്ടി പ്ലക്കാർഡ് ഏന്തി, അവന് വേണ്ടി ജയ് വിളിച്ചും അവൻ്റെ അവകാശങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ട് അവന് വേണ്ടി അവകാശങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു പുണ്യാളനാക്കി വാഴ്ത്തിപ്പാടാൻ ഒത്തിരി പേരെത്തും. കഴിഞ്ഞ ദിവസം താൻ കണ്ടോന്നറിയില്ല, ഒരു പ്രമുഖ ക്രിമിനൽ വക്കീൽ ആളൂരിൻ്റെ ഒരു പ്രസ്താവന താൻ കണ്ടിരുന്നു. ഒരു പ്രതിക്ക് വേണ്ടി വാദപ്രതിവാദങ്ങൾ നടന്ന് അവൻ പ്രതിയാണെന്ന് കോടതിയിൽ ഉറപ്പുവരും വരെ അവൻ പ്രതിയാണെന്ന് സംശയം മാത്രമേ ഉള്ളൂ. സാധാരണ ഒരു പൗരന് കൊടുക്കുന്ന എല്ലാ പരിഗണനയും അവന് കിട്ടുകയും വേണം. പഴയ പോലെ ഗോതമ്പുണ്ടൊന്നും അല്ലടോ. തൻ്റെ വീട്ടിൽ മട്ടൻ വാങ്ങിയിട്ട് എത്ര നാളായി? സർ, മട്ടനൊക്കെ ഭയങ്കര വിലയല്ലേ? ഒരു 3-4 മാസം കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാൽ കേട്ടോ, ജയിലിൽ 7 ദിവസം 7 സാധനങ്ങളാണ്. സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് ആഴ്ചയ്ക്കൊരിക്കൽ ഡോക്ടർമാർ ആരോഗ്യം പരിശോധിച്ച് ചെറിയൊരു വേതനം നൽകി തീറ്റിപ്പോറ്റി വെക്കാൻ ഈ ഡാഷ് മക്കളെയൊക്കെ നമ്മൾ എന്തിനാണ് വിട്ടുകൊടുക്കണേ? സർ, നമ്മൾ നിയമപാലകരല്ലേ, നമുക്ക് ചെയ്യുന്നതിന് ഒരു പരിധിയൊക്കെ ഇല്ലേ? തൻ്റെ ചോദ്യം ശരിയാണ്, താൻ പറഞ്ഞതും ശരിയാണ്. മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിയമം നമ്മൾ പാലിക്കണം. എപ്പോൾ വരെ? നിയമം നമ്മളെ സംരക്ഷിക്കുന്നത് വരെ. ശരിക്കും ഞാൻ കൺഫ്യൂഷനിലാണ്. എന്താണ് ശരിക്കും പ്ലാൻ? റീക്രിയേറ്റ് ദ സീൻ എന്ന് വെച്ചാൽ പുനരാവിഷ്കരണം. എല്ലാ ക്രിമിനൽ പ്രവൃത്തികളും ഡോക്ടറും അയാളുടെ സഹായികളും മുഴുകിയിരിക്കുന്ന സമയങ്ങളിൽ അവരെ അറസ്റ്റ് ചെയ്യുക, തെളിവുകൾ നശിപ്പിക്കുക. പിന്നെ അതിനുള്ള സാഹചര്യം ഉണ്ടല്ലോ, ആ തെളിവുകൾ നശിപ്പിക്കാനുള്ള അതങ്ങ് ഒഴിവാക്കി കൊടുക്കുക എന്നുള്ള. ജീപ്പ് ജഡ്ജിയുടെ വീടിൻ്റെ മുന്നിലേക്ക് കയറി നിന്നു. ജഡ്ജിയുടെ വീടിൻ്റെ വാതിൽ തുറന്ന് വിശാലമായ കുങ്കുമക്കുറിയുള്ള ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു. അവർ അയാളെ കണ്ടതും ഒത്തിരി സന്തോഷത്തോടെ ചിരിച്ചു. എടോ, എത്ര നാളായി കണ്ടിട്ട്? തന്നോട് വരാൻ പറഞ്ഞാൽ താൻ ഇറങ്ങണ്ടേ? സമയമില്ല ഗിരിജ മേഡം, തിരക്കുകളല്ലേ. അപ്പോൾ ഇന്നെങ്ങനെ സമയം കിട്ടി? ഞാൻ അന്വേഷിക്കുന്ന ഒരു കേസ് മേഡത്തിൻ്റെ കോടതിയിലാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത്. ഓഹോ, അപ്പോൾ സാർ ഒഫീഷ്യൽ മീറ്റിംഗ് ആണ്, അല്ലാതെ പഴയ ക്ലാസ്മേറ്റിനോടുള്ള സ്നേഹം കൊണ്ട് കാണാൻ വേണ്ടി വന്നല്ല. എന്തായാലും വാ. മടിച്ചു മുറ്റത്തുനിന്ന പോലീസ് ഡ്രൈവറെ നോക്കി ചിരിച്ചു. അവിടെ തന്നെ നിൽക്കണ്ട, ഇങ്ങ് പോര്. CAയും ജഡ്ജും ഗിരിജയും അകത്തേക്ക് പോയി. പോലീസുകാരൻ സിറ്റൗട്ടിൽ കയറിയിരുന്നു. എടോ, നിനക്ക് ചായയോ കോഫിയോ? എന്തായാലും നിൻ്റെ ഇഷ്ടം. അകത്ത് അവർ അരികിലേക്ക് വന്ന വേലക്കാരിയെ നോക്കി ഗിരിജ ഓർഡർ ചെയ്തു. അപ്പോൾ പറ മോനെ, എന്താ കാര്യം? എടോ, കാര്യങ്ങളൊക്കെ ആകെ കുഴഞ്ഞു മറിഞ്ഞതുപോലെയാണ്. മയക്കുമരുന്ന്, അവയവക്കടത്ത്, തട്ടിക്കൊണ്ടുപോകൽ, പീഡനം, കൊലപാതകം. പുള്ളി ചെയ്യാത്ത ഒരു കുറ്റമില്ല. എല്ലാത്തിനും പുള്ളിയുടെ വ്യക്തിപരമായ സംഭാവനകളുണ്ട്. ഒരു പേരുകേട്ട ഡോക്ടറാണ്. എന്നിട്ടിപ്പോൾ എന്താ സംഭവം? ഏത് വകുപ്പിട്ട് പൂട്ടണം എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയില്ല. മിനിമം തൂക്കുകയറെങ്കിലും കിട്ടണം. തെളിവെടുപ്പിന് പോകുന്ന വഴിക്ക് വെടിവെച്ച് കൊന്നാലും അത് ഏറ്റവും കുറഞ്ഞ ശിക്ഷയാകും എന്നുള്ള ചിന്തയിലാണ് ഞാൻ. എടോ, ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏത് വകുപ്പിട്ട് പൂട്ടുന്നു എന്നതിലല്ല കാര്യം, വ്യക്തമായ തെളിവുകളുടെ പിൻബലത്തിൽ പൂട്ടുക എന്നതാണ്. തനിക്കറിയാലോ, തെളിവുകളില്ലാതെ കോടതിയിൽ വന്നാൽ അയാൾ ഒരു ഡോക്ടർ കൂടിയായ സ്ഥിതിക്ക് പുല്ലുപോലെ പുറത്തേക്ക് ഇറങ്ങി വരും. ഇങ്ങനെ ഒരു കേസിൽ
ഒരാൾ അറസ്റ്റ് ചെയ്താൽ മാധ്യമങ്ങൾ അത് പരമാവധി ആഘോഷിക്കും. തിരിച്ച് അയാൾ എൻ്റെ ജീവൻ ആപത്താണ്, എനിക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന് ഒരു പരാതി തന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ താൻ തന്നെ അയാൾക്ക് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തി കൊടുക്കേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ നിയമത്തിൻ്റെ ഒരു ഗെയിം. എടോ, ഇതറിഞ്ഞിട്ട് കൊണ്ട് തന്നെയാണ് ഞാൻ തൻ്റെ അടുത്തേക്ക് വന്നത്. ഞാനിപ്പോൾ അവർക്കൊരു സംശയം തോന്നാത്ത തരത്തിൽ അവരെ മുഴുവൻ ഒഴിവാക്കിയിട്ടുണ്ട്. അവരെ വീക്ഷിക്കാൻ ആളുകളെ വെച്ചിട്ടുണ്ട്. ഇന്ന് അവരുടെ ആശുപത്രിയിൽ വെച്ച് 2 കൊലപാതകം നടന്നിട്ടുണ്ട്. അതിൻ്റെ അയാളെ പങ്ക് എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് വ്യക്തമാവുകയും അതിന് തെളിവുകൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പിന്നെ എന്താ സംശയം? അറസ്റ്റ് ചെയ്യ്. സാഹചര്യവും തെളിവുകളും അവർക്കെതിരാണ് എങ്കിൽ പിന്നെ എന്തിൻ്റെ കുറവാണ്? അറസ്റ്റ് ചെയ്യ്. അവിടെയല്ല ഒരു പ്രശ്നം. ഈ കേസ് വളരെ ചെറുതാണ്. ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി അതുവഴി ആളുകളുടെ അവയവങ്ങളൊക്കെ മുറിച്ച് അവരെ കൊല്ലുക, അങ്ങനെ തുടങ്ങി വലിയ വലിയ പരിപാടികളൊക്കെ ഇവരുടെ കയ്യിലുണ്ട്. അപ്പം അതിന് തക്ക ശിക്ഷ വേണ്ടേ വാങ്ങിക്കൊടുക്കാൻ? കൊലപാതക ചുറ്റും ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തുക, എന്നിട്ട് പിന്നെ കസ്റ്റഡിയിൽ നിന്ന് എങ്ങനെ വാങ്ങിക്കണമെന്ന് തനിക്കറിയില്ലേ? ഗിരിജ, അറിയാഞ്ഞിട്ടല്ല. കൊലപാതകം കിട്ടാൻ പോകുന്നത് മാക്സിമം 12 വർഷം. അതിൽ ഒരു 4 വർഷം നന്നായി നടന്നാൽ പിന്നെ നല്ല നടപ്പിനിറങ്ങാം. ഇത്ര ലഘുവാണല്ലോ നമ്മുടെ നിയമം. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കാൻ പാടില്ല. കേട്ടിട്ടില്ലേ താൻ? ഇപ്പോൾ എന്താണൊരു വഴി? താൻ പറയ് ഗിരിജ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൊലപാതക കേസിൽ അവരെ തൽക്കാലം കൊടുക്കണ്ട. ആ തെളിവുകൾ മാത്രം അവർ അതിൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലിഫ്റ്റ് കളക്ട് ചെയ്തിരുന്ന ഇരുമ്പ് കമ്പിയിൽ, അതായത് അതിനെ താങ്ങിയിരുന്ന കയറ് ഡോക്ടർ മുറിച്ചു എന്നതാണ് താൻ പറയുന്ന ഒരു കാര്യം. പക്ഷേ വേറെ ആരെയും കാണാതെ ഡോക്ടർ ലിഫ്റ്റ് നന്നാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല എന്ന് ശ്രമിക്കാൻ നമുക്ക് തെളിവുകൾ വേണം. ലിഫ്റ്റ് ഓപ്പറേറ്റർ റൂമിൽ ഡോക്ടർ കയറുന്നത് മാത്രമേ താൻ കണ്ടിട്ടുള്ളൂ. അത് ചിലപ്പോൾ അത് നന്നാക്കാനാണ് എന്ന് ഡോക്ടർ പറഞ്ഞാൽ, അതുപോലെ അനു ഡോക്ടറുടെ അടുത്തുണ്ട് എന്നതാണ് താൻ പറയുന്നത്. എങ്കിൽ അവൾ എവിടെ? അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അതാണ് ഗിരിജ. ഇനി എന്താണ് നെക്സ്റ്റ്? തൻ്റെ അതേ പ്ലാൻ തന്നെ. സമാധാനത്തിൽ വേണം. ഈ ഡോക്ടർ ഒരു അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയാണ്. ഒരു സമരം പെട്ടെന്നുണ്ടായാൽ സംസ്ഥാനം ആകെ താളത്തിറ്റും. ഞാൻ ആരോഗ്യമന്ത്രിയുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. CIയുടെ ഫോൺ ശബ്ദിച്ചു. ഫോണെടുത്ത് ചെവിയിൽ വിളിക്കുമ്പോൾ എന്തെങ്കിലും ശുഭവാർത്തയാവണം എന്ന് പ്രതീക്ഷയായിരുന്നു. സാർ, സൈബർ സെല്ലിൽ നിന്നുമാണ്. പറയടോ. സാറ് പറഞ്ഞതുപോലെ ഡോക്ടറുടെ ഹോസ്പിറ്റൽ ലാൻഡ് ലൈനുകളിൽ നിന്ന് ഫോണുകളൊക്കെ ടാപ്പ് ചെയ്തിരുന്നു. അതിൽ ഡോക്ടറുടെ ഫോണിൽ നിന്നും ഒരു കോൾ പുറത്തു പോയിട്ടില്ല. പക്ഷേ ഡോക്ടർ ഹോസ്പിറ്റൽ ഫോണിൽ നിന്നും ഒരു കോൾ ചെയ്തു. 1 മിനിറ്റ് 2 സെക്കൻഡ് സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ വോയിസ് ക്ലിപ്പ് സാറിൻ്റെ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ നോക്കിക്കൊള്ളാം. ഫോൺ വച്ച ഉടനെ ഗിരിജ ജഡ്ജി CIയെ നോക്കി. എന്താണ്, നമുക്ക് ഗുണം ചെയ്യുമോ? അറിയില്ലടോ, ഇതിങ്ങനെ ഒരുമാതിരി ശ്വാസം മുട്ടിക്കും പോലെ. ഞാൻ മിനിസ്റ്ററെ വിളിച്ചിരുന്നു. തെളിവുകൾ ഉണ്ടെങ്കിൽ അറസ്റ്റ് ആവും. പക്ഷേ ഒരു പ്രതിഷേധം വരാത്ത പോലെ മീഡിയയിലും പത്രങ്ങളിലൊക്കെ ഡോക്ടർ വാർത്ത നിറയണം. അപ്പോൾ ആരും പരസ്യമായി പിന്തുണച്ചു വരില്ല. പ്രത്യേകിച്ച് ഒരു പീഡനം കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്. CIയുടെ ഫോണിലെ വാട്സപ്പ് തുറന്ന് സൈബർ സെല്ലിൽ നിന്നും വന്ന മെസ്സേജ് തുറന്നു. എടോ, ഞാൻ ഡോക്ടറാണ്. അവർക്ക് ബോധം വന്നാൽ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം. ഇനിയിപ്പോൾ ഒന്നും നടക്കില്ല. നഗരത്തിൽ മുഴുവൻ പോലീസുണ്ട്. ഇതാണ് സന്ദേശം. ഗിരിജ ജഡ്ജി ഒന്നുകൂടി മെസ്സേജ് കേട്ടു. എടോ, തനിക്ക് അയാളെ ഈ വോയിസ് വെച്ച് അറസ്റ്റ് ചെയ്യാം. അത് ഞാൻ ഇപ്പോൾ തന്നെ വാറന്റ് ഇഷ്യൂ ചെയ്യാം. 2 ദിവസം കസ്റ്റഡി. അതായത് ഇന്ന് വെള്ളി, ശനി, ഞായർ കഴിഞ്ഞ് തിങ്കൾ കോടതിയിൽ ഹാജരാക്കുമ്പോൾ അയാളെ ശരിക്കും പൂട്ടണം. എന്നിട്ടോ ഗിരിജ, ഇഞ്ചക്കൊത്ത് കുത്തിയിട്ടായാലും ഡോക്ടറെ കൊണ്ട് മുഴുവൻ കക്കിക്കണം. എല്ലാം കൂടി ഒരുമിച്ച് വേണ്ട. ഓരോ കേസുകളായി പരിഗണിക്കാവുന്ന രീതിയിൽ വേണം ചെയ്യാൻ. കേസുകളുടെ ക്രൂരതയനുസരിച്ച് മരണം വരെ തൂക്കിലേറ്റുക എന്ന രീതിയിൽ നമുക്ക് നീങ്ങാം. രാജ്യത്ത് ഇത് അപൂർവമാണ്. എങ്കിലും ഈ കേസിൽ അതിനുള്ള സാധ്യതയുണ്ട്. വേലക്കാരി കൊടുത്ത ചായ ഊതിക്കുടിച്ച് ഗിരിജയെ നോക്കി. എന്താണ് മോശേ, താൻ അതേ കാണുന്നത് പോലെ? ഒന്നുമില്ലടോ. മഹാരാജാസിൻ്റെ ഗുൽമോഹർ പൂത്ത വഴികളിലൂടെ നടന്നിരുന്ന കാലം തനിക്ക് സ്വന്തമല്ലാത്ത ഒന്ന് ഇപ്പോൾ തനിക്കുണ്ട്. അതെന്താടോ അങ്ങനെ? നെറ്റിയിലെ വിശാലമായ ഈ കുങ്കുമം തന്നെ. ഗിരിജ ജഡ്ജ് ഒന്ന് ചിരിച്ചു. സാറ് പോയി പിന്നീട് ഒരിക്കലേ ഈ യൂണിഫോം ഒന്നും ഇല്ലാതെ, ഒരു ടെൻഷൻ ഇല്ലാതെ തൻ്റെ കൂടെ മഹാരാജാസിൽ കൈകോർത്ത് നടന്ന പവാടക്കാരിയായ ഗിരിജയെ കാണാൻ വേണ്ടി വാ. ആയിക്കോട്ടെ. അവിടെ നിന്നും യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ CIയുടെ ഡ്രൈവർ ദിനേശൻ CIയെ നോക്കി. സാർ, മാഡം സാറിൻ്റെ കൂടെ പഠിച്ചതാണ് അല്ലേ? CI അവനെ നോക്കി നിശ്ചയിച്ചു. സാർ, ഇപ്പോൾ ശരിക്കും നമ്മൾ എങ്ങോട്ടാണ്? ഹോസ്പിറ്റലിലേക്ക്. ഫോൺ എടുത്ത് ചെവിയിൽ വയ്ക്കുമ്പോൾ അയാൾ വല്ലാതെ അസ്വസ്ഥനായിരുന്നു. എടോ, 2 ബറ്റാലിയൻ വണ്ടി ഹോസ്പിറ്റലിൽ എത്തണം.
ഫോൺ കട്ട് ചെയ്ത് വീണ്ടും നമ്പർ അമർത്തി ചെവിയോട് അടുപ്പിച്ചു. ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടർ വിളിച്ച നമ്പർ കിട്ടിയോ? സർ, അത് കിട്ടിയിട്ടുണ്ട്. അതൊരു മൊബൈൽ നമ്പറാണ്. പന്തീരങ്കാവ് നിന്നും മാവൂർ റോഡിലേക്ക് പോകുന്ന വഴി ഒരു ഒഴിഞ്ഞ ഓട് കമ്പനിയുണ്ട്. അവിടെയാണ് സിഗ്നൽ കാണിക്കുന്നത്. എത്ര മണിക്കൂറുകളായിട്ട് ആ ഫോൺ അവിടെ ഉണ്ട്? സർ, ഒരുപാട് മണിക്കൂറുകളായിട്ട് ആ ഫോൺ അവിടെ നിന്നും മാറിയിട്ടില്ല, അവിടെ തന്നെയാണ്. സിഗ്നൽ കാണിക്കുന്ന ലൊക്കേഷൻ എനിക്ക് കറക്റ്റായിട്ടൊന്ന് അയച്ചു തരണം. ഓക്കെ സർ, ആയിക്കോട്ടെ. അദ്ദേഹം ഫോൺ കട്ട് ചെയ്ത് നമ്പറുകൾ അമർത്തി. മറുപുറത്തു നിന്നും ഗംഭീരമായ ശബ്ദം ഒഴുകി വന്നു. എടോ റാവുത്തറേ. യെസ് സർ, പറയൂ. ഞാൻ തനിക്കിപ്പോൾ ഒരു ലൊക്കേഷൻ അയച്ചു തരും. മാക്സിമം ഫോഴ്സിന് കൂട്ടിക്കുക. തിരിച്ചൊരു ആക്രമണം പ്രതീക്ഷിക്കണം. ഓക്കെ സർ. എവിടെയാണ്? കുറച്ച് നാളായി കൈയും കാലമൊക്കെ ഒന്ന് അനങ്ങിയിട്ട്. ലൊക്കേഷൻ ഇപ്പോൾ തന്നെ അയക്കാം. അധ്യായം 45. ഹോസ്പിറ്റലിൻ്റെ ബേസ്മെൻറ്റ് പാർക്കിങ്ങിൽ ഒരു ആംബുലൻസ് റെഡിയായി നിന്നിരുന്നു. മുഴുവൻ PP കിറ്റും ധരിച്ച ഒരാൾ വണ്ടിയിൽ വന്ന് കയറി. ആംബുലൻസ് അവിടെ നിന്നും കുതിച്ചു പോഞ്ഞു. തിരക്കു കഴിഞ്ഞ റോഡ് കഴിഞ്ഞ് ആംബുലൻസിൻ്റെ സൈറൻ പതിയെ ശബ്ദം ഓഫായി. ആംബുലൻസിൻ്റെ ഉള്ളിൽ നിന്നും അയാൾ വസ്ത്രം മാറി. ഡോക്ടർ സാമുവൽ ഒന്ന് ചിരിച്ചുകൊണ്ട് തൻ്റെ ഫോണിൽ നോക്കിയിരുന്നു. അല്പം സഞ്ചരിച്ച് ആംബുലൻസ് ഒരു പഴയ ഓട് കമ്പനിക്ക് മുമ്പിൽ നിർത്തി. അതിൽ നിന്നും ഡോക്ടർ ഇറങ്ങിയപ്പോൾ ആംബുലൻസ് തിരിച്ചുപോയി. ഓട് കമ്പനിയിലെ വിശാലമായ ഒരു ലബോറട്ടറി. പല കുപ്പികളിലായി മനുഷ്യ ശരീരത്തിലെ അവയവങ്ങൾ ഒരു ലായനിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതീവ ശ്രദ്ധയിൽ സജ്ജീകരിച്ച ഒരു മുറിയിലേക്ക് അനുവിനെ കുറച്ചുപേർ കൊണ്ടുവന്നു. വിവിധ രാസവസ്തുക്കളുടെ ഗന്ധം നിറഞ്ഞ ആ മുറി അനുവിന് ഒരു പുതിയ ലോകം പോലെയാണ് തോന്നിയത്. നിനക്കൊരുപാട് സമയം തരണം എന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ എൻ്റെ മധുരമേ, നിനക്ക് സമയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അനു ഡോക്ടറെ നോക്കി ഒന്നും മിണ്ടാതെയിരുന്നു. അവളുടെ കൺതടങ്ങളിൽ കറുപ്പ് പടർന്നിരുന്നു. ചുണ്ടുകൾ വറ്റി വരണ്ടു വിണ്ടുകീർത്തിയിരിക്കുന്നു. എണ്ണമയമില്ലാത്ത മുടികൾ പാറിപ്പറന്നുകൊണ്ടിരിക്കുന്നു. മുഷിഞ്ഞ വസ്ത്രങ്ങളിൽ അവളെ മുൻപ് കണ്ട ഒരാൾക്ക് ഒറ്റ നോട്ടത്തിൽ അവളെ മനസ്സിലാവുകയില്ല. ദൂരേക്ക് നോക്കിയുള്ള അവളുടെ നോട്ടത്തിൽ ഡോക്ടർ ഒന്നുകൂടി അവളുടെ അടുത്തേക്ക് നിന്നു. ഇവളുടെ കിളി പോയി എന്ന് തോന്നുന്നു. ഡോക്ടർ അത് പറഞ്ഞപ്പോഴും അവൾക്കൊരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. നിരാശ ബാധിച്ചവളെ പോലെ അവൾ അങ്ങനെയിരുന്നു. എന്നാലും നിന്റെ കെട്ടിയവൻ എന്തൊരു മനുഷ്യനാണടി. മറ്റവളെയും കൊണ്ട് സുഖമായി ജീവിക്കുന്നു. പാവം ഇവൾ. അല്ലെങ്കിലും മുറ്റത്തെ മണ്ണിലേക്ക് മണമുണ്ടാവില്ലല്ലോ. അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് അയാൾ നോക്കി ചിരിച്ചു. അപ്പോൾ നിനക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അവളെയും ഞാനൊന്ന് നോക്കിയതാ. പക്ഷെ സാധാരണ ബ്ലഡ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് ഒരു റിസ്ക് എടുക്കാത്തതാണ്. പിന്നെ അവളുടെ മോള്, അതിന് അന്താരാഷ്ട്ര വില നല്ല വിലയാണ്. 18 താഴെയല്ലേ പ്രായം. ഡോക്ടർ ഒരു സിഗരറ്റ് കത്തിച്ച് ചുണ്ടിൽ വെച്ചു. പുകച്ചുരുളുകൾ അവളുടെ മുഖത്ത് വലയം തീർത്തു. അവളുടെ കയ്യിൽ അയാൾ പതുക്കെ തലോടി സിഗരറ്റ് കുറ്റി അവളുടെ കൈവെളിയിൽ വെച്ചമർത്തി. അവൾ കരയാതെ അയാളെ നോക്കി. മനസ്സും ശരീരവും മരവിച്ചതുപോലെ അയാൾ വീണ്ടും വീണ്ടും സിഗരറ്റ് കുത്തികൾ കൊണ്ട് അവളെ പൊള്ളിച്ചുകൊണ്ടേയിരുന്നു. മാംസം കത്തിയ ദുർഗന്ധം അയാളെ മനംപുരട്ടിയെങ്കിലും അവളുടെ കരയുന്ന ശബ്ദത്തിനു വേണ്ടി അയാൾ കാത്തിരുന്നു. അധ്യായം 46A. ഹോസ്പിറ്റലിൻ്റെ മുറ്റത്ത് വന്നു നിന്ന പോലീസ് വാഹനങ്ങളിൽ നിന്നും പോലീസുകാർ ചാടിയിറങ്ങി. അവർ ഹോസ്പിറ്റലിൽ വലയം ചെയ്തു. അകത്തേക്ക് ഇരച്ചു കയറിയ പോലീസ് ഡോക്ടറുടെ മുറിയിലേക്ക് നീങ്ങി. അവിടെ ഡോക്ടറുടെ മുറിയിൽ ആരും ഉണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ ജീവനക്കാർ അന്തം വിട്ട് നോക്കി നിന്നു. എന്താണ് അറിയുന്നത് സംഭവിക്കുന്നത് എന്ന് അവർക്ക് ഒരറിവുമില്ലായിരുന്നു. റിസപ്ഷനിലെത്തിയ CI ജോലിക്കാരെ നോക്കി. അവർ ആകെ പേടിച്ചിരിക്കുന്നു. സാർ, എന്താണ്? ഡോക്ടർ എവിടെ? ഡോക്ടർ സാമുവൽ. അതെ, ഡോക്ടർ മുറിയിലുണ്ട്, പുറത്തേക്ക് പോയിട്ടില്ലല്ലോ. CIയുടെ ഫോൺ ശബ്ദിച്ചു. സാർ, റൂമിലില്ല. ഓക്കെ, താൻ വെച്ചോ. CI വീണ്ടും അവരെ നോക്കി. റൂമിലില്ലെന്നാണല്ലോ പറയുന്നത്. ഞാൻ ഇവിടെ വന്നു പോയിട്ട് ഇപ്പോൾ എത്ര സമയമല്ലേ ആയിട്ടുള്ളൂ. സാർ, ഡോക്ടർ എവിടെ പോയി എന്നതിനെ കുറിച്ച് ഒരു വിവരമില്ല. എന്തായാലും ഇതിലെ ഔട്ടായിട്ടില്ല. അയാൾ ഞങ്ങൾ കാണും, രജിസ്റ്റർ മാർക്ക് ചെയ്യും. ഇതിലൂടെ അല്ലാതെ എങ്ങനെ പുറത്തു പോകാൻ പറ്റും? സാർ, ബേസ്മെൻറ്റ് പാർക്കിംഗ്. പക്ഷെ അതിലൂടെ ആംബുലൻസാണ് പോവാറുള്ളത്. ശവശരീരങ്ങൾ, അത്യാവശ്യ എമർജൻസി സാധനങ്ങൾ, സംവിധാനങ്ങൾ എന്നിവയ്ക്കാണ് ആ വഴി ഉപയോഗിക്കാറ്. എത്ര ആംബുലൻസ് ഉണ്ട് ഇവിടെ? സാർ, 4 എണ്ണം. ഇതിൽ ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട് ഇവിടെ? 4 ആംബുലൻസും ഉണ്ട് ഇവിടെ. ഒന്നും പുറത്തു പോയിട്ടില്ല. CIയും സംഘവും ബേസ്മെൻറ്റ് പാർക്കിലേക്ക് നടന്നു. അവിടെ പാർക്കിങ്ങിൽ 3 ആംബുലൻസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. CI ആംബുലൻസുകളുടെ അടുത്തെത്തി. ഒരാളിവിടെ? സാർ, പുറത്തേക്ക് പോയതാണ്. എന്തിനു വേണ്ടി പോയതാണ്? അറിയില്ല സാർ. പക്ഷേ ഡോക്ടർ സാമുവൽ ഉണ്ടായിരുന്നു, ഫുൾ PP കിറ്റ്. എത്ര നേരമായി പോയിട്ട്? അരമണിക്കൂർ. CI അടുത്തുള്ള പോലീസുകാരനെ നോക്കി. എടോ, ആംബുലൻസ് നമ്പർ പറയും. KL 12B 3456. പോലീസുകാരൻ ഒരു വാക്കി ടോക്കി CIയെ ഏൽപ്പിച്ചു. ശ്രദ്ധിക്കുക, അവയവക്കടത്തുമായി ബന്ധമുള്ളതെന്ന് സംശയിക്കുന്ന ഒരു ആംബുലൻസ് KL 12B 3456 ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് അറിയിക്കുക. 1 മിനിറ്റിനകം വയർലെസ് വീണ്ടും ശബ്ദിച്ചു.
സർ, തൊണ്ടയാട് ഹൈവേ പോലീസ് റിപ്പോർട്ടിംഗ് KL12B3456 ആംബുലൻസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. CIയുടെ മുഖം ചുവന്ന് വിടർന്നു. CI സ്പെഷ്യൽ സ്ക്വാഡ് സ്പീക്കിംഗ്. എവിടെയാണ് കൃത്യം ലൊക്കേഷൻ? സർ, തൊണ്ടയാട് ബൈപ്പാസ്, വന്തിരങ്കാവ്, ഡെക്കാത്തലോൺ ഓപ്പോസിറ്റ് സൈഡ്. CI അവിടെ നിന്നും ജീപ്പിൽ കയറിയിരിക്കുമ്പോൾ അയാൾ എന്തോ നടക്കാൻ പോകുന്നു എന്ന ചിന്തയിലായിരുന്നു. ഹോസ്പിറ്റലിന് മുറ്റത്ത് അപ്പോഴേക്കും മീഡിയക്കാർ നിറഞ്ഞിരുന്നു. സർ, ഈ ഹോസ്പിറ്റലിൽ എന്താണ് പ്രശ്നം? ഹോസ്പിറ്റലിന് ഒരു പ്രശ്നവും സംഭവിച്ചില്ല, പക്ഷേ അവയക്കടത്തുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയുള്ള അന്വേഷണമാണ്. സർ, അനു എന്ന സ്ത്രീയെ ഈ ഹോസ്പിറ്റലിന് മുന്നിൽ നിന്നും കാണാതെയായിട്ട് ഏകദേശം 1 മാസം തികയുന്നു. അന്വേഷണം എവിടെ വരെയായി? അവയവ മാഫിയ കേരളം പിടിക്കുന്നു എന്ന നിലപാടിൽ നമുക്ക് നിൽക്കേണ്ടി വരുമോ? ഒരിക്കലുമില്ല. എന്തു നശിച്ച ശക്തികളായാലും നമ്മൾ നടപ്പിലാക്കും. ആലുവയിൽ ഒരു പെൺകുട്ടിയെ കൊന്ന് ചാക്കിൽ കെട്ടി മാലിന്യത്തിൽ തള്ളിയിട്ട് 2 ദിവസം മുൻപാണല്ലോ. ഇതിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ലഹരി സുലഭമായതോടെ കുറ്റകൃത്യങ്ങൾ കൂടിയിട്ടുണ്ട്. അതിനിടയിൽ അവയക്കടത്തും ബ്ലാക്ക് മാജിക്കും നരബലിയും നമ്മുടെ പ്രബുദ്ധ കേരളത്തിൻ്റെ അവസ്ഥയാണ്. എന്തായാലും പ്രതികളെ പിടിക്കും. ഞങ്ങൾ ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിലാണ്. ദയവായി സഹകരിക്കുക. CIയുടെ ജീപ്പ് മുൻപോട്ട് നീങ്ങി. തൊണ്ടയാട് ബൈപ്പാസിൽ സാമാന്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഡെക്കാത്തലോണിൻ്റെ മുൻപിൽ പിടിച്ചിട്ടിരിക്കുന്ന ആംബുലൻസിനരികിലായി പോലീസ് വാഹനം കിടപ്പുണ്ട്. എടോ, ഡോക്ടർ സാമുവൽ എവിടെയാണ് ഇറക്കിയത്? അറിയില്ല സർ. CI അയാൾക്കരികിലെത്തി പൊക്കിളിന് താഴെ കുത്തിപ്പിടിച്ചു. എല്ലാ വിവരങ്ങളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. മര്യാദയ്ക്ക് പറഞ്ഞു. ഡോക്ടർ എവിടെയാണ് വിട്ടത്? ഓട് കമ്പനി സർ. വേദന കൊണ്ട് പൊളഞ്ഞ ഡോക്ടർ വിളിച്ചു പറഞ്ഞു. ഡ്രൈവറെ തൂക്കി വണ്ടിയിലിട്ട് ജീപ്പ് മുന്നോട്ട് കുതിച്ചു. ഇടവഴിയിലൂടെ സഞ്ചരിച്ച് ജീപ്പ് ഓട് കമ്പനിക്ക് മുന്നിലായി നിന്നു. CIയുടെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. അതിൽ ഒരു ചിത്രമുണ്ടായിരുന്നു. അത് കണ്ട് അയാൾ ഞെട്ടിത്തെറിച്ചു നിന്നു. ഡോക്ടർ ഭ്രൂണാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങളെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ ഒരു കെമിക്കൽ കമ്പനിയുമായി തയ്യാറാക്കിയ ഉടമ്പടി കരാർ. ഫെയർ ഫ്രീ എന്ന കമ്പനി ക്രീം തയ്യാറാക്കുന്നത് ഭ്രൂണാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങളെ വെച്ചാണ്. ഹോസ്പിറ്റലിൽ ഗർഭാവശ്യമായി എത്തുന്ന ആളുകളെ ഓരോ കാരണങ്ങൾ കൊണ്ട് അപേക്ഷ ചെയ്യിക്കുകയും അല്ലാത്ത പക്ഷം നവജാത ശിശുക്കളെ കൊല്ലുകയും അത് കയറ്റി അയക്കുകയും ചെയ്യുന്ന വിശദമായ റിപ്പോർട്ട് വീഡിയോ ഫോട്ടോയാണ് വാട്സപ്പിൽ വന്നത്. സക്കീർ വക്കീലിൻ്റെ വീട്ടിൽ നിന്നും കിട്ടിയ USB ഡിസ്കിൽ നിന്നും കിട്ടിയ നിർണായക വിവരങ്ങൾ. 12 പേരുടെ ജീവൻ അപഹരിച്ചതിലും ഡോക്ടറുടെ പങ്ക്. ഒരു വക്കീലായിട്ട് കൂടി തൻ്റെ കുടുംബം ഇല്ലാതാവും എന്ന ഡോക്ടറുടെ ഭീഷണിയിൽ കുരുങ്ങിയ വക്കീലിൻ്റെ രഹസ്യ വീഡിയോ മൊഴിയുടെ ദൃശ്യങ്ങളായിരുന്നു അത്. CI അത് മുഴുവൻ 1 മിനിറ്റ് കൊണ്ട് ഓടിച്ചു കണ്ടു. ഫോണിൽ ഗിരിജ ജഡ്ജിൻ്റെ നമ്പർ അമർത്തി. മറുതലക്കിൽ നിന്നും അവരുടെ ശബ്ദം കേൾക്കാമായിരുന്നു. എന്താടോ, എന്തുപറ്റി? ഗിരിജ, ഞാൻ തനിക്ക് കുറച്ച് കാര്യങ്ങൾ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്, ഒന്ന് നോക്ക്. ശരി, ഞാൻ നോക്കിയിട്ട് വിളിക്കാം, നീ കട്ടേ. അവർ പെട്ടെന്ന് തന്നെ തിരിച്ചു വിളിച്ചു. എടോ, നമ്മൾ കരുതിയിലും മുകളിലാണല്ലോ ഈ ഡോക്ടർ. അതെ, ഞാൻ തന്നെ ശരിക്കും ഞെട്ടിപ്പോയി. അറസ്റ്റ് ഉണ്ടായാൽ ഉടനെ തന്നെ അടുത്ത് ചെയ്യേണ്ട പത്രസമ്മേളനമാണ്. ഒരു തരത്തിലും രക്ഷപ്പെടാൻ ഒരു രാഷ്ട്രീയ മേലാളന്മാരുടെ സഹായമില്ലാത്ത പോലെ എല്ലാ പഴുതുകളും നമ്മൾ അടച്ചു വെക്കണം. ഇപ്പോൾ എവിടെ എത്തി? ഒരു ഓട് കമ്പനിയിലാണ്. ഇവിടെയുണ്ട് എന്നുള്ള ഒരു വിവരം കിട്ടിയിട്ട് വന്നതാ. ഓക്കെ, എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ. എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ വിളിക്കൂ. പോലീസുകാർ ഓട് കമ്പനി മുഴുവൻ വളഞ്ഞു തുഴഞ്ഞിരുന്നു. 47. അനുവിൻ്റെ ബോധം മറഞ്ഞു തുടങ്ങിയിരുന്നു. ഡോക്ടറുടെ ഒരു സംഘം അനുവിൻ്റെ ഓപ്പറേഷൻ ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും. കണ്ണുകൾ പിറകിലോട്ട് മറയുമ്പോൾ അനുവിൻ്റെ മനസ്സിൽ മുഴുവൻ യദുവായിരുന്നു. ഹൃദയം നിറയെ ഒത്തിരി സ്നേഹം സൂക്ഷിച്ച എൻ്റെ പൊന്നുമോൻ. ഞാൻ പോയാൽ അവന് ആരെങ്കിലും ഉണ്ടാവുമോ? നാവുകൾ തരിച്ച് നിശ്ചലാവസ്ഥയിലാകുമ്പോഴും അനു എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് അവനെ ഒരിക്കൽ കൂടി കാണണമെന്ന് ഉറക്കെ പറയണമെന്നുണ്ടായിരുന്നു. തൊണ്ടക്കുഴിയിൽ നാവുകളെ ചങ്ങലക്കിട്ട് ബന്ധിച്ചതുപോലെ അനങ്ങാതെ അവ അങ്ങനെ കിടന്നു. പെട്ടെന്ന് മുറിയുടെ വാതിൽ തല്ലിത്തകർത്തുകൊണ്ട് ഒരു കൂട്ടം പോലീസുകാർ അകത്തേക്ക് കയറി വന്നു. കൈകളിൽ ഉയർത്തിപ്പിടിച്ച റിവോൾവർ പതിയെ ഡോക്ടറുടെ തലയ്ക്ക് പിന്നിൽ അമർന്നപ്പോൾ പിസ്റ്റലിൻ്റെ അസ്ഥി മരവിപ്പിക്കുന്ന തണുപ്പ് ഡോക്ടറുടെ ശിരസിലൂടെ അരിച്ചു കയറി. എന്നാൽ ഡോക്ടറെ, നമുക്ക് പോവാമല്ലേ? അനുവിനെക്കുറിച്ച് ആളുകൾ ചേർന്ന് അടുത്ത വണ്ടിയിലേക്ക് കയറ്റി. അബോധാവസ്ഥയിൽ തനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ അവൾ അങ്ങനെ നിശ്ചലമായി കിടന്നു. അവളെയും കൊണ്ട് നഗരത്തെ കീറി മുറിച്ച ശബ്ദം മുഴക്കിക്കൊണ്ട് ആ വണ്ടികൾ ഹോസ്പിറ്റലിലേക്ക് പോയി. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ഡോക്ടർ നിശബ്ദനായി. നിങ്ങൾ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത്? ഞാനെന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഡോക്ടർ, നിങ്ങൾക്ക് ഉപദ്രവങ്ങൾ എന്താണെന്നറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി ചോദ്യവും പറച്ചിലുമൊക്കെ സ്റ്റേഷനിൽ പോയിട്ടാവാം. ഞാൻ ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ ഡോക്ടർമാരുടെ സംഘടനാ നേതാവ്. എന്നെ നിങ്ങൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്തത് അനാവശ്യമായിട്ടാണ്. ഞാനൊന്ന് മനസ്സ് വെച്ചാലേ കേരളത്തിലെ ആതുര സേവനം മുഴുവൻ ഒരു നിമിഷത്തേക്ക് സ്തംഭിച്ചു പോകും. ഡോക്ടർ അധികം പഞ്ച് ഡയലോഗ് അടിക്കാനും തമ്പുരാൻ കളിക്കാനും നിന്ന എടുത്ത് തൂക്കി വണ്ടിയിലേക്ക് എറിഞ്ഞ് കയ്യാമം വെച്ചുകൊണ്ടുപോകും ഞാൻ. അതുകൊണ്ട് അതിന് നിൽക്കാതെ മര്യാദയ്ക്ക് വന്ന് വണ്ടിയിൽ കയറിക്കോ. പിന്നീട് ഒന്നും തന്നെ സംസാരിക്കാൻ അയാൾ തയ്യാറായില്ല. ഹോസ്പിറ്റലിൽ എത്തിച്ച അനുവിൻ്റെ സ്ഥിതി മോശമായിരുന്നു. പലതരത്തിലുള്ള മയക്കുമരുന്നുകൾ കൊണ്ടുള്ള ഉപയോഗം അവളെ വല്ലാതെ തളർത്തിയിരുന്നു.
മാനസികമായും ശാരീരികമായും തളർന്ന അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആർക്കും കഴിയുമായിരുന്നില്ല. അനു ആശുപത്രിയിൽ വന്നതറിഞ്ഞ് ദേവനും യദുവും നന്ദൂട്ടിയും ചന്ദ്രികയും അവർക്ക് അരികിലേക്ക് വന്നു. പാതി മയങ്ങിയ അനുവിൻ്റെ കണ്ണുകളിൽ യദു മാത്രം നിറഞ്ഞു നിന്നു. ആരെയും മനസ്സിലാവാത്തതുപോലെ പരസ്പരം നോക്കിയിരുന്ന അനുവിനെ ദേവൻ ചേർന്ന് നിന്ന് തലോടി. ഒരുപാട് മയക്കുമരുന്നുകൾ ഇവരുടെ ശരീരത്തിൽ എത്തിയിട്ടുണ്ട്. പലതരത്തിലുള്ള ഡിപ്രഷനാണ് ഇപ്പോൾ ഇവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നാവും. ദേവനെ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ച ഡോക്ടർ മുറിക്ക് പുറത്തേക്ക് നടന്നു. ചന്ദ്രിക അനുവിൻ്റെ അരികിലായിരുന്നു. ചന്ദ്രികയെ സൂക്ഷ്മമായി ഒന്ന് നോക്കിയ അനുവിൻ്റെ കണ്ണുകൾ പതിയെ നിറയുന്നത് അവൾക്ക് കാണാമായിരുന്നു. എണ്ണമയമില്ലാതെ പാറി നടന്ന അനുവിൻ്റെ മുടികൾ ചന്ദ്രിക വാരിക്കെട്ടി കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിക്കൊടുത്തു. കൊച്ചുകുട്ടിയെപ്പോലെ അവൾ അനുസരണയോടെ അവൾക്കരികിലായിട്ട് ഇരുന്നു. ഒരുപാട് തെറ്റുകൾ തന്നോട് ഞാൻ ചെയ്തിട്ടുണ്ട് അനു, പക്ഷേ അതൊന്നും അറിഞ്ഞുകൊണ്ടായിരുന്നില്ല. അറിയാതെ ജീവിതത്തിൽ വന്നു കയറിയ എന്തൊക്കെയോ ഒന്നായിരുന്നു. ഇന്ന് യദുവിനൊപ്പം നന്ദു ഓടിക്കളിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് എനിക്ക്. അറിയാതെയാണെങ്കിലും നിന്റെ ജീവിതത്തിൻ്റെ പകുതിയിലേറെ സന്തോഷങ്ങൾ തല്ലിക്കെടുത്തിയ ആളാണ് ഞാൻ. എനിക്ക് വയ്യടോ ഇനിയും ഇതിങ്ങനെ സഹിക്കാൻ. ഒത്തിരി സഹിച്ചു കഴിഞ്ഞു ഞാൻ. ഒന്നും മനസ്സിലാവാത്തതുപോലെ അനു ചന്ദ്രികയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. കുറച്ച് ദിവസങ്ങൾ അങ്ങനെ തന്നെ വേണ്ടിയിരുന്നു. അനുവിനെ ചന്ദ്രിക കുഞ്ഞു മക്കളെ പോലെ നോക്കി. ഹൃദയം വിങ്ങുന്ന വേദനയും അതിലേറെ കുറ്റബോധവും ദേവനും ചന്ദ്രികയ്ക്കും ഉണ്ടായിരുന്നു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകൾ ചെയ്ത പശ്ചാത്താപം. ഇപ്പോൾ പതിയെ അനു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു തുടങ്ങി. ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായ അനു വീട്ടിലേക്ക് തിരിച്ചു പോന്നു. വീടിൻ്റെ മുറ്റത്ത് വന്നുനിന്ന പോലീസ് വണ്ടിയിൽ നിന്നും CI ഇറങ്ങി. ദേവൻ അയാളെ വീട്ടിലേക്ക് സ്വീകരിച്ചെടുത്തു. എന്താണ് സാർ വിശേഷം? വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ ദേവ. എവിടെ തൻ്റെ ഭാര്യ? അനു അകത്തുനിന്നും പുറത്തേക്ക് വന്നു. ഞാൻ വന്നത് അനുവിനെ കാണാൻ വേണ്ടിയാണ്. ഡോക്ടറുടെ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ ഡോക്ടറുടെ കൂടെ അവയവകടത്തിൽപ്പെട്ട മയക്കുമരുന്ന് കച്ചവടത്തിനും ബ്ലസി എന്നൊരാൾ കൂടെ ഉണ്ട് എന്നാണ് ഡോക്ടറുടെ മൊഴി. അയാളെ സംരക്ഷിക്കുന്നത് അനുവാണ് എന്നും ഡോക്ടർ പറയുന്നു. അതിൻ്റെ സത്യാവസ്ഥ അറിയണം. ദേവനും ചന്ദ്രികയും സ്തംഭിച്ചു നിന്നു. സർ, ബ്ലസി എൻ്റെ ബാല്യകാല സുഹൃത്താണ്. അതിൽ കൂടുതലൊന്നും അറിയില്ല. നമുക്ക് ഒന്ന് ആശുപത്രി വരെ പോയി വന്നാലോ? ബ്ലസി ഒന്ന് കാണുകയും വേണം. സർ, ഞങ്ങൾ കൂടി വരുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ചന്ദ്രിക CAയോട് ചോദിച്ചു. ഒരു കുഴപ്പമില്ല, നിങ്ങളെല്ലാവരും വന്നോളൂ. ദേവനും ബ്ലസിയെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അപരിചിതനായ ഒരാളോട് മിണ്ടുക പോലും ചെയ്യാത്ത അനു ഒരു ബാല്യകാല സുഹൃത്തിനു വേണ്ടി ആഭരണം പണയം വെച്ചതും വിശ്വസിക്കാൻ പ്രയാസമുണ്ടായിരുന്നു. തനിക്കില്ലാത്ത എന്ത് മികവാണ് അയാൾക്ക് എന്നറിയാൻ ഒരാകാംക്ഷ. എല്ലാവരും കാറിൽ കയറി ആശുപത്രിയുടെ മുന്നിലെത്തിയപ്പോൾ അനുവിൻ്റെ നെഞ്ചിൽ പെരുമ്പടവ് കെട്ടി. ഓരോ നിലകൾ കയറി ബ്ലസിയുടെ മുറിയിലേക്ക് തിരിയുമ്പോഴും അനുവിന് അവൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കഴിയുമായിരുന്നില്ല. കുഞ്ഞുനാൾ മുതൽ ഹൃദയത്തിൽ കൊണ്ടു നടന്ന ഒരുത്തൻ തന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണുവാൻ ചരട് വലിച്ചു എന്നറിയുമ്പോൾ അവസ്ഥയുടെ കഴുകൻ ഹൃദയത്തിൽ പാറിപ്പറക്കുന്നത് പോലെ, അവൻ മാംസകഷ്ണങ്ങളെ കൊത്തി വലിക്കുന്നത് പോലെ. ഓ മൈ ഗോഡ് നന്ദ! ചന്ദ്രികയുടെ നിലവിളിയാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത്. ചന്ദ്രികയെ പെട്ടെന്ന് കണ്ടപ്പോൾ ബ്ലസി ആകെ ഞെട്ടിപ്പോയി. നിങ്ങൾ എന്താണ് പറഞ്ഞത്? CI ചന്ദ്രികയോട് ചോദിച്ചു. സർ, ഇതെൻ്റെ ഭർത്താവാണ്. എൻ്റെ മോളുടെ അച്ഛനാണ്. ബോംബെ നഗരത്തിലെ തെരുവുകളിൽ എന്നെ വിട്ടുപോയ മനുഷ്യനാണ്. അനു ചന്ദ്രികയെ സൂക്ഷിച്ചു നോക്കി. നോക്കൂ ചന്ദ്രിക, ഇതെൻ്റെ ബാല്യകാല സുഹൃത്ത് ബ്ലസിയാണ്. CI ഒന്ന് ചിരിച്ചു. നിങ്ങൾ ആർക്കും തെറ്റിയിട്ടില്ല. ചിലർക്ക് ജബ്ബാർ, ചിലർക്ക് ബ്ലസി, ചിലർക്ക് നന്ദൻ. പച്ചിക്കൽ പുതിയ രൂപങ്ങളിലായി ഇവൻ പലരുടെ മുന്നിൽ പലതാണ്. കേരളത്തിൽ നിന്ന് പെൺകുട്ടികളെ റിക്രൂട്ട്മെൻറ്റ് ചെയ്ത് ബോംബെ തെരുവുകളിൽ വിൽപ്പനച്ചിറക്കാക്കുന്ന നമ്പർ 1 കള്ളൻ. ബ്ലസി ഒന്നിനും ഉത്തരം പറയാതെ തലകുനിച്ചിരുന്നു. അബദ്ധം പറ്റിപ്പോയി. എനിക്ക് ജീവിക്കണം ചന്ദ്രിക. നിന്നോടൊപ്പം, നമ്മുടെ മോളോടൊപ്പം നമുക്കൊരുമിച്ച് ജീവിച്ചൂടെ? അനുവിന് ശരിക്കും ബ്ലസിയുടെ കാര്യത്തിൽ അത്ഭുതം തോന്നി. ഇതുവരെ താനാണ് സ്വർഗം എന്ന് പറഞ്ഞിരുന്നതാണ്. പെട്ടെന്ന് ചന്ദ്രികയെ കണ്ടപ്പോൾ എല്ലാം മാറിയിരിക്കുന്നു. നോക്കൂ നന്ദൻ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്കൊരു 10 മിനിറ്റ് തരുമോ? ചന്ദ്രികയുടെ കൂടെ കോറിഡോറിലൂടെ അയാൾ നടന്നു. നിനക്കെന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു നന്ദ. പിന്നെ നിന്നെ അല്ലാതെ, നിനക്ക് വേണ്ടിയല്ലാതെ ഞാൻ വേറെ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? എന്നിട്ട് നീ ഒരിക്കൽ പോലും എന്നെ തേടി വന്നില്ലല്ലോ. കുറ്റബോധങ്ങൾ കൊണ്ടാണ് ഞാൻ. ചന്ദ്രയുടെ കൈയും പിടിച്ച് കോറിഡോറിലൂടെ നടന്ന അവർ താഴെ കാഴ്ചകൾ അങ്ങനെ നോക്കി നിന്നു. 3ാമത്തെ നിലയിൽ നിന്നും താഴേക്കുള്ള കാഴ്ചകൾ അത്രയ്ക്ക് രസകരമായിരുന്നു. എടാ, നമുക്കൊന്ന് പറന്നാലോ? കൊള്ളാലോ. നിനക്കിപ്പോഴും നിന്റെ ഭ്രാന്തുകൾ മാറിയിട്ടില്ല അല്ലേ? അതേ നന്ദൻ, എൻ്റെയും നിൻ്റെയും ഭ്രാന്തുകളാണല്ലോ ഇപ്പോൾ അവരുടെ കൂടെ നിൽക്കുന്നത്. അകലെ നിൽക്കുന്ന നന്ദൂട്ടിയെ ചൂണ്ടിക്കാണിച്ച് ചന്ദ്രിക പറഞ്ഞപ്പോൾ ബ്ലസി നന്ദുവിനെ നോക്കി. ചന്ദ്രിക നന്ദൻ്റെ കൈവിരലുകൾ മുറുകെ പിടിച്ച് 3ാമത്തെ നിലയിൽ നിന്നും നന്ദനെ താഴേക്ക് തള്ളി. കൂടെ ചന്ദ്രികയും ചാടി. ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയും മുമ്പ് ചുമരുകളിൽ തലയടിച്ച് അവർ രണ്ടുപേരും യാത്രയായിരുന്നു. നന്ദുവിൻ്റെ കണ്ണുകൾ അടച്ചുപിടിച്ചു അനു. ആരും ഇല്ലാത്ത അവളെ അനുവിൻ്റെ മകളായി ചേർത്തു നിർത്തി. അതോടെ 2 മക്കളുടെ അച്ഛനായി ദേവനും.
ബ്ലെസ്സി തന്നെയാണ് നന്ദൻ എന്ന നടുക്കം മാറാതെ അനുവും. ദേവനിപ്പോൾ അനുവിന് ഒപ്പമുണ്ട്. എല്ലാത്തിനും, ഭക്ഷണം ഉണ്ടാക്കലും വീട് വൃത്തിയാക്കലും എല്ലാം അവർ ഒരുമിച്ചാണ്. യദുവിനൊപ്പം അതേ ക്ലാസ്സിൽ നന്ദൂട്ടിയെ ചേർത്തു. അനു, നീ ആ കാറൊന്ന് തുടച്ചിടുമോ? ആ ദേവേട്ടാ, ഇപ്പം തുടയ്ക്കാം. അനു കാർ നന്നായി തുടച്ചുകൊണ്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നും ഒരു ഡയറി കിട്ടി. ചന്ദ്രികയുടെ ഡയറി. അതിലെ പേജ് ഓരോന്നായി അവൾ മറിച്ചു നോക്കി. ബ്ലെസ്സിയുടെ ഫോട്ടോയ്ക്ക് താഴെ എൻ്റെ പ്രിയപ്പെട്ട നന്ദൻ എന്നെഴുതിയത് അവൾ ഒന്നുകൂടി നോക്കി. അവസാന താളിൽ അവൾ എഴുതിയ വാക്കുകൾ ഒന്നുകൂടി വായിച്ചു നോക്കി. ദേവേട്ടൻ്റെ താലിയിൽ കഴിഞ്ഞ ദിവസങ്ങൾ. പതിയെ ഡയറി അവളുടെ അടുത്ത് ആരും കാണാതെ ഒളിപ്പിച്ചു. ദേവൻ ഓഫീസിലേക്കും മക്കൾ സ്കൂളിലേക്കും പോയ അവസരം നോക്കി അവൾ ആ പേജിൽ ഇങ്ങനെ എഴുതി: എന്നും സ്നേഹത്തോടെ അനുവിൻ്റെ ദേവൻ, അനുവിൻ്റെ മാത്രം ദേവൻ. ഈ നോവൽ ഇവിടെ അവസാനിക്കുകയാണ്. എന്നെ ഇത്രയും നേരം നോവൽ സഹിച്ച് നോവലിൻ്റെ കൂടെ യാത്ര ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. ഒത്തിരി സ്നേഹം, നന്ദി.